മറ്റേ നമ്മളിങ്ങനെ കണ്ടില്ല ഒരു പെട്ടി, അതെനിക്ക് തോന്നുന്നില്ല, എന്തോ പോലൊക്കെ എനിക്ക് തോന്നുന്നു. എന്റെ മനസ്സ് അതെ, ഞാനവിടെ മറന്നു വെച്ചു. എന്റെ മനസ്സ് പറയുന്നത് എന്തോ ഒരു കോടി കണക്കിന് ജീവിതമൊക്കെ അടിച്ചൊക്കെ പോവാന്നൊക്കെയാണ്. തുറന്നു നോക്കിയാലോ? ഇന്നലെ തുറന്നല്ലേ ഓ അന്നൊരു മൂടില്ല. ഇപ്പൊ തുറന്ന എല്ലാരും ഉണ്ട്. വേണ്ട പെട്ടി കിട്ടിയാലോ? കഴിവിൽ അങ്ങോട്ട് ഷോർട്സ് ഒന്നും മറിക്കാൻ ഇപ്പൊ ശരിയാക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ കളറുമായിരിക്കും. നമുക്ക് ചോരന്റെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാല്ലേ ആദ്യം. സ്റ്റാൻഡ് എന്തെങ്കിലും ചെറിയ കാര്യം മതി അത് വലുതാക്കാൻ. ഇത് വെക്കാനുള്ള പ്ലാൻ ഉണ്ടോ? എന്താണ് വല്ല കുഴപ്പമുണ്ടോ നമ്മുടെ ബിസിനസ്? ബാംഗ്ലൂരോ? അയ്യോ എടാ, ഇവിടെ എന്നാലും വരാൻ നോക്കാം. ഞാൻ എന്തായാലും അവളോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് വിളിക്കാണ്. എവിടെ ബാംഗ്ലൂര്? അവിടെ ഗ്യാസ് ഒക്കെ ഉള്ളതോ? എന്ത് ബാംഗ്ലൂര് പെട്രോൾ പമ്പിൽ ഗ്യാസ് ഒക്കെ വിൽക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ വരാം. എന്താ അവിടെ ഡീലോ, ബിസിനസിന്റെ ഡീലോ? ഞാൻ വരാം. വിളിച്ചായിരുന്നു. ഞാൻ ബാംഗ്ലൂര് പോകാൻ വേണ്ടി വിളിച്ചു. ഞാൻ ബാംഗ്ലൂര് പറഞ്ഞോ? ഭാര്യയോടൊക്കെ എനിക്കൊരു കാര്യം പറയണ്ടേ. ഞാൻ പെട്ടി എങ്ങാണ് ഒരു നിസാര പെട്ടിക്ക് വേണ്ടി അതെടുത്ത് വിൽക്കുമെന്നൊക്കെ എനിക്ക് അറിയാൻ. അങ്ങനെ നീ കുഴപ്പമൊന്നുമില്ലായിരിക്കണം. പിന്നെ ആ പെട്ടിയുടെ കാര്യത്തിൽ പെട്ടിയൊന്നും കൊണ്ട് വിൽക്കില്ല. അതിനൊരു സ്പൈ വെച്ചിട്ടൊന്നുമില്ല. സ്പൈ ക്യാമറ ഉണ്ട്, അതിനെല്ലാം നോക്കും. ശരി എന്നാ. എന്തൊരു താമസിച്ച? എന്താ മോളെ വിളിച്ചേ? എന്നെ മോള് വന്നിട്ട് പറഞ്ഞായിരുന്നു. ചേച്ചി ഇരിക്ക്. ചേച്ചി ഇത് കണ്ടോ? ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം ചേച്ചി ആരോടും പറയരുത്. അരുണിനോട് പോലും പറയരുത്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങള് വീട് വൃത്തിയാക്കാൻ പോയപ്പോ കിട്ടിയത് കണ്ടോ? ഇത് തുറന്നപ്പോ ഇതിനകത്ത് മൊത്തം ഗോൾഡായിരുന്നു. എന്തൊരു പ്രകാശമായിരുന്നു അറിയാമോ? ദുരൂഹത തോന്നുന്നു. എനിക്കിത് കണ്ടിട്ട് എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നു. നമുക്ക് വല്ല സംശയം കാണിച്ചാലോ? അതൊക്കെ വേണോ മോളെ? വേണം. ഞാൻ ഇവിടെ വന്നപ്പോ ഒരു പെണ്ണിനെ ഒരു കുഞ്ഞിനെ കണ്ടിട്ടുള്ളതാ. അതൊക്കെ മോളുടെ തോന്നലായിരിക്കും. അല്ല, ഞാൻ കണ്ടതാ. എത്ര തവണ കണ്ടെന്നറിയാവോ? ഇത് കണ്ടിട്ട് ഞാൻ എത്ര തവണ അരുണിനോട് പറഞ്ഞെന്നറിയാം. പറയാം എനിക്ക് വട്ടാണ്. ഇപ്പൊ മേഡം അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. വേണോ മോളെ? പിന്നെ വേണ്ടേ? വേണം. വെറുതെ പൈസ കളയണോ? എത്ര പൈസ ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ചേച്ചി വന്നേ പറ്റത്തോള്. എത്ര പൈസ ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ചേച്ചി വരണമെങ്കിൽ വാ. എന്തുവായാലും സ്വാമിജിയെ കണ്ടേ പറ്റത്തുള്ളൂ. വിഷ്ണുവിൻ്റെ ഒരു ബ്രദറുണ്ട്. അവൻ സ്വാമിജി നല്ല സ്വാമിജി. നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് അത് പിന്നെ ചേട്ടൻ്റെ ബ്രദറിനെ കാണാനാണ്. എന്റെയോ? എന്താ പ്രത്യേകിച്ച് വിശേഷം? അല്ല, ചേച്ചിയുടെ ബർത്ത്ഡേ ഏതാണ്? അപ്പൊ നാളൊക്കെ ഒന്ന് നോക്കാൻ. ശരി. എന്റെ ചേച്ചി കബഡി ഇറക്കുന്ന നാളൊക്കെയാണ് ഞങ്ങളുടെ ചേട്ടൻ. ഓക്കെ, പോയിട്ട് വാ. എവിടെ പോകാൻ ഇറങ്ങിയെന്ന്? ഞാനോ? ഞാൻ അപ്പുറത്തെ കടയിൽ പറ്റും. ശരി ശരി ശരി. അയ്യാ, ചേട്ടൻ കൂടുതലൊന്നും ചോദിക്കാനായിട്ട്.
ആദ്യമായിട്ട് വിഷ്ണു നമ്മുടെ വീട്ടിലൊന്നും വരത്തില്ല. എന്തായിരിക്കും കാര്യം? ഉണ്ട് ചേച്ചി, അതാ സ്വാമിജിയുടെ വീട്. സ്വാമിജി, ഞങ്ങളാ. പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ. എവിടുന്നാ? വിഷ്ണു ചേട്ടന്റെ ബ്രദർ അല്ലേ? അതെ അതെ. ഞങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നേ. ആണോ? വരൂ. ഇതും കൊണ്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്ത് പറ്റി സ്വാമിജി? ഈ പെട്ടി കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ദുരൂഹത ഉണ്ടെന്ന്. ഈ പെട്ടി വെളിയിൽ കൊണ്ട് വെച്ചതിന് മാത്രം അകത്തോട്ട് കയറിയാൽ മതി, ഇല്ലെങ്കിൽ കയറണ്ട. എന്താടി സ്വാമിജി അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ ഇതിലെന്തോ ദുരൂഹത ഉണ്ടെന്ന്. അപ്പൊ ചേച്ചിക്ക്